നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി തറവാട്ടിൽ വന്നിരിക്കുകയാണ്. തലശ്ശേരി തറവാട്. തലശ്ശേരി തറവാട്ടിലാണ് വരുന്ന കരാമാട്ട്. പറയാം ഇവനാണ് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത ആള്. അങ്ങനെയുണ്ട്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇവൻ 2K ആണ്. ഇവന്റെ പാട്ടാണ് ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം വൃത്തിയായിട്ടുണ്ട്. പായസം കൂടെ തരുന്നുണ്ട്. ഗൈസ് നമ്മളെന്തായാലും അവിടെ നിന്ന് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 16 ദിർഹമായിട്ടുണ്ട്. ബീഫാണ്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ബീഫിൻ്റെ അത്രയും വരത്തിലാണ്. അപ്പോൾ അവിടെ ചിക്കൻ കഴിക്കുന്നത് നല്ലത്. പിന്നെ 16 ദിർഹം വളരെ കൂടുതലാണ് ബീഫിന്. അതായത് 13 ദിർഹത്തിന് നമുക്കിവിടെ അതിൻ്റെ പേരെന്തായിരുന്നു ആ ഒരു കട? കായലോരം. അവിടെ കിട്ടും 12-13 ദിർഹത്തിന്. വേറെ സ്ഥലത്ത് കിട്ടും 10 ദിർഹത്തിന് ചിക്കൻ കിട്ടും, 8 ദിർഹത്തിന് ചിക്കൻ കിട്ടും കടയുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ചിക്കൻ കൊള്ളാം കേട്ടോ. ബീഫ് ഞാൻ ട്രൈ ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. ഇവിടെ ഏത് കടയിലും ഞാൻ ബീഫ് ട്രൈ ചെയ്യാൻ പറയത്തില്ല. നീ പറയൂടാ ബീഫ് ട്രൈ ചെയ്യാൻ പറയുന്നത്? ബീഫ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലവർക്കൊക്കെ ഇഷ്ടമാവും. എന്താ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടമായില്ല. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബീഫിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. ബീഫ് തന്നെ ആണോ നമുക്കൊരു ഉറപ്പില്ല. അത് എല്ലാ കടയിലും കേട്ടോ. ആ കടയിൽ മാത്രമല്ല, എല്ലാ കടയിലും കറക്റ്റ് ബീഫ് കിട്ടുന്ന കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്കിതുവരായിട്ട് കിട്ടിയിട്ടില്ല ബീഫ്. ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട്, ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ബീഫ് കിട്ടി. എനിക്ക് തോന്നുന്നു മലബാർ ഒരു കടയുണ്ട്, മലബാർ എന്ന് പറയുന്ന ഒരു കട. ആ കടയിൽ മാത്രമേ ഞാൻ ഇതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് മാത്രമേ എനിക്ക് ബീഫ് കറക്റ്റ് കിട്ടിയുള്ളൂ, നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, അത് ട്രൈ ചെയ്യുക. എമൗണ്ട് എനിക്ക് തോന്നുന്നത് 13-14 ദിർഹമാവും. അതിനെക്കാട്ടി വില കുറച്ച് കിട്ടും കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കിട്ടില്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ബൈ.